ആദ്യത്തെ ഭാര്യ ആരാണ്? ഇതായിരുന്നു ഇന്നലത്തെ ക്വസ്റ്റ്യന്. ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹു. ഇന്ന് റമളാൻ 10 ഖദീജ ഉമ്മയുടെ വഫാത്ത് ദിനമാണ്. ഖുറൈശിയിലെ അസദിയ വംശജയാണ് പിതാവ് ഖുവൈലിദ്, മാതാവ് അസമ്മ, മകൾ സൈദത്ത്, മകൾ ഫാത്തിമ. ഖുറൈശിയിലെ ബനു ആമിർ ഗോത്രക്കാരിയാണ്. അജ്ഞാത കാലത്ത് തന്നെ ബീവി ഖദീജയ്ക്ക് അത്തൊഹിറ, പരിശുദ്ധ എന്ന സ്ഥാനപ്പേരുണ്ട്. നബി തങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ 2 പേർ അവരെ വിവാഹം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വിവാഹത്തിൽ ഹിന്ദ് എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അദ്ദേഹം വഫാത്തായതിനാൽ 2ാം വിവാഹം ചെയ്തു. അതിൽ ഹിന്ദ്, ഹാലത്ത് എന്ന 2 ആൺകുട്ടികൾ ജനിച്ചു. ആദ്യത്തെ ഭർത്താവിന്റെ പേര് ഉത്തൈക്കത്ത്, 2ാമത്തെ ഭർത്താവിന്റെ പേര് അബു ഹാലത്ത്. ഇവർ രണ്ടിലുമുള്ള ഈ 3 കുട്ടികളും നബി തങ്ങളുടെ സന്താനങ്ങളുടെ സഹോദരങ്ങളാണ്. അങ്ങനെ അബു ഹാലത്തും വഫാത്തായി. അങ്ങനെ വിധവയായ ഖദീജ ബീവിയെ ഒരുപാട് ആളുകൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചും ആശിച്ചും എത്തി. എന്നാൽ മഹദി ഒരു വിവാഹവും സ്വീകരിച്ചില്ല. അൽ അമീനെ കുറിച്ച് കണ്ടതും കേട്ടതും ഉത്തമ സ്വഭാവങ്ങളും ആദരണീയ പ്രവർത്തനങ്ങളും അത്ഭുതകരങ്ങളായ അസാധാരണ സംഭവങ്ങളും വിലയിരുത്തിയ മഹദി തിരുനബിയെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ 2 കുടുംബങ്ങളും ആലോചിച്ച് വിവാഹം ഉറപ്പിച്ചു. വിവാഹമൊക്കെ കഴിഞ്ഞു. അന്ന് ബീവിയുടെ പ്രായം 40ഉം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 25ഉമായിരുന്നു. ഇസ്ലാമിലെ പ്രഥമ വനിതയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹു. തിരുനബിയുടെ ഇബ്രാഹിം അല്ലാത്ത എല്ലാ മക്കളെയും പ്രസവിച്ചത് ഖദീജ ബീവി ആയിരുന്നു. തന്റെ സമ്പത്ത് മുഴുവനും ഇസ്ലാമിന്റെ നിലനിൽപ്പിനു വേണ്ടി അവർ ചിലവഴിച്ചു. അവർക്ക് സ്വർഗ്ഗത്തിലുള്ള ഭവനം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചു. അവരുടെ മരണശേഷവും നബി തങ്ങൾ അവരെ ധാരാളം പ്രശംസിക്കാറുണ്ടായിരുന്നു. ഖദീജ ബീവിയെ ഞാൻ എൻ്റെ അറിവിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. യുദ്ധവേളയിൽ നബി തങ്ങൾ ധരിക്കുന്ന തലപ്പാവിന്റെ കളർ എന്ത്?